കുറേ ദിവസമായിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം ഞാനൊരു പനിയിൽ പെട്ടിട്ടുണ്ട്. പനിയിൽ പെടാന്ന് പറഞ്ഞാലേ ജലദോഷവും പനിയും എല്ലാം കൂടെ ആയിട്ട് പിന്നെ സൗണ്ടും ഉണ്ടാകുന്നില്ല. റെക്കോർഡ് സൗണ്ടൊക്കെ അങ്ങനെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്യും. ഇന്ന് മക്കളുടെ കയ്യിൽ തറവാട്ടത്ത് ഉമ്മ കുറച്ച് മക്രോണിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ മക്കൾ തുടങ്ങിയതാണ് ഇത് ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് പിന്നാലെ. അപ്പോഴാണ് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുറച്ച് ചിക്കൻ ഒരുക്കുന്നുണ്ട്. ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്ത പീസുകളുണ്ടോ. കാരണം ഇതിന്റെ ബാക്കി ഞാൻ ഇന്നലെ എടുത്ത് പൊരിച്ചു. ചിക്കൻ്റെ എല്ലില്ലാത്ത പീസാണെങ്കിൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. കാരണം അത് പൊരിച്ചാലും കഴിക്കൂല, അതേപോലെ തന്നെ കറി വെച്ചാലും അത് കഴിക്കൂല. ഇനിയിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലില്ല പീസ് മാത്രമേ ഇഷ്ടം. പൊതുവേ എല്ലാവർക്കും അങ്ങനെ തന്നെയൊക്കെയാണ്. പിന്നെ ഇപ്പം നമ്മളും അങ്ങനെ ആകുമ്പോൾ പിന്നെ മക്കളെ കുറ്റം പറയാൻ പറ്റും. ഏതായാലും മക്രോണി കിട്ടിയത് ഏതായാലും ഉപകാരത്തിൽ പെട്ടു. കാരണം ആ ഒരു ചിക്കന് പൊരിച്ചിട്ട് പിന്നെ അതിക്ക് അങ്ങനെ ചിക്കന് ഞാനിതാ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ മക്രോണി ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം മാറാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഏതായാലും ഇതൊക്കെ ഒരു ഭാഗത്ത് ഞാൻ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. കാരണം ചിക്കനൊക്കെ ചൂടാറിയിട്ടേ പിച്ചാൻ പറ്റുള്ളൂ. ഞാൻ മിക്സിയിലിട്ട് അടിക്കണില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഏതായാലും ചെറുതായിട്ട് ഒരു മസാല ഉണ്ടാക്കൽ കേട്ടോ. കാരണം ഒരു ഉള്ളി എടുത്തിട്ട് അരിഞ്ഞിട്ട് അധികം പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇടാതെ ഇത്തിരി ചെറിയിട്ട്. കാരണം എന്താ പൊടികളും കാര്യങ്ങളും ഇട്ടാൽ മക്കള് കഴിക്കൂല. അവർക്ക് ചെറിയ മസാല മാത്രമേ പറ്റൂ. ഉള്ളി അല്ലാതെ ഞാൻ തക്കാളിയോ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉള്ളി മാത്രം വാട്ടി അങ്ങനെ ഇത്തിരിച്ച മസാല ഇട്ടിട്ട് അങ്ങനെ ഇട്ടിക്കണം. ഓവർ മസാല ഇട്ടാൽ ആകെ മക്കളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ മസാല ഇട്ടാൽ പിന്നെ അവർ കഴിക്കൂല. ചിക്കനൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്നിട്ട് ഇതൊക്കെ പിച്ച് സെറ്റ് ആക്കാൻ കേട്ടോ. ഇവര് ഇശലും നിയമോളും ഇന്റെ കൂടെ എന്താ പിച്ച് തരാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എവിടെ തരാ ഇവരുടേതൊന്നും പാത്രത്തേക്ക് വീണില്ല. ഇത് എനിക്ക് ഇത് ഇടാനുള്ള ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫുള്ള് അവരുടെ വായിക്കാണ് പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഉള്ളി ഇതൊക്കെ മസാല ഇട്ട് വാട്ടിയിട്ട് മക്രോണി കയ്യിലിട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഒന്ന് ചൂടാറിയ ശേഷം അതും പിച്ചി അതിലിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് അങ്ങനത്തെ ഞാൻ ചായയൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്നിട്ട് ഇത് കഴിക്കാണ്ടോ. എനിക്കാണെങ്കിൽ പനിയൊക്കെ പിടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടണില്ല. മക്കള് പറഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഞാനിങ്ങനെ കഴിക്കണമെന്ന് തന്നെ ഉള്ളൂ. പക്ഷെ എനിക്കിതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റണില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കൊടുക്കട്ടെ. എത്ര ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.